ഫിലിമിന്റെ വിജയണ്ണ അഭിനയിച്ച ഗോഡ് ഫിലിമിന്റെ പുതിയ പ്രോമോ സോങ്ങിന്റെ റിവ്യൂ ചെയ്യാനാണ്. ഇത് കെവിൻ, ഞാൻ സൂര്യ, റോഷൻ. നമുക്ക് പാട്ടിലോട്ട് പോവാം. യുവൻ ശങ്കർ രാജ സാർ ചെയ്ത മ്യൂസിക് പ്രോമോ കണ്ടു നോക്കാം. കുറച്ചുകൂടെ മെലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ശരിക്കും നമ്മുടെ ഈ ലിയോയ്ക്കകത്തോട് ചെയ്തത് അല്ലേ? ലിയോയ്ക്കകത്ത് അടിപൊളിയാണ്. താഴെ നോക്കി ഭയങ്കര പെട്ടെന്ന് അടയണില്ലേ? മര്യാദയ്ക്ക് നോർമൽ അണ്ണന്റെ ഇത് വെച്ചിരുന്നെങ്കിൽ ഭയങ്കര ഇതായിട്ട്. ഇത് ഇപ്പം എന്താ പറയാ, വിജയ്ക്ക് എന്തോ ഒരു അസുഖം വന്നതൊക്കെ തോന്നുന്നു അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ട്. നമുക്ക് അറിയാത്ത ആളൊന്നുമല്ല, അപ്പൊ അതേപോലെ ചെയ്താൽ പോരെ. ഇതൊക്കെ എന്ത് രസമുണ്ട് കാണാൻ. ഒരു സൈഡിൽ നിന്ന് ഇത് ഓക്കെ, ഇത് നോർമലാണ്. ഇതൊക്കെ നോർമൽ. ഈ ഫോട്ടോസ് നോർമലാണ്. ഇതൊക്കെ പഴയ ഒരു ചുള്ളി ഇങ്ങനെ കടിച്ചു പിടിച്ച് വെക്കുമ്പോഴത്തേക്ക് ഇത് കുഴപ്പമില്ല, ഇത് നോർമൽ തന്നെയാണ്. രാജു സുന്ദരം പുള്ളിയെ പഠിപ്പിച്ചത് രാജു സുന്ദരം പ്രഭുദേവന്റെ അണ്ണൻ. ഇത് കാണുന്ന മറ്റേ ഇതല്ലേ ഓടുന്നത്, നെടുപ്പെ തിക്കി മുക്കി നിർത്തും. എനിക്ക് ആ വെള്ളം വീഴുന്ന അയലിന്റെ അകത്തെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ നിന്റെ അഭിപ്രായം പറ. എനിക്ക് പാട്ട് അറിയാം, പക്ഷെ അണ്ണന്റെ ലുക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നമ്മുടെ വിദ്യനെ നമുക്ക് അറിയാത്താവുന്നല്ലോ. നമുക്ക് എന്താ ഇപ്പം ലിയോയ്ക്കകത്ത് പഴയ കാലത്തെ കാണിക്കുന്നുണ്ട്,
അപ്പത്തേക്കിന് ഈ ഡി-ഏജിങ് എന്ന് പറയുന്ന സാധനത്തിന്റെ അത് എനിക്ക് ആ ലുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് അത് തന്നെ അത് കുറച്ചുകൂടെ വർക്ക് ചെയ്യായിരുന്നു. ഇതൊരുമാതിരി എന്തോ ഒരു വിജയ്ക്ക് എന്തോ ഒരു അസുഖം വന്നതൊക്കെ ഏതാണ്ട് ഒരു ഷുഗറൊക്കെ വന്നിട്ട് കുറച്ച് ഭയങ്കരമായിട്ട് നമുക്ക് അണ്ണനെ നമ്മുടെ ആ ഒരു ഒറിജിനൽ ലുക്കിൽ കാണിച്ചിട്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു. കാണാത്താണെന്ന് ഇത് പക്ഷേ ഇത് ഡി-ഏജിങ് ഇഷ്ടപ്പെട്ടില്ല. ഡി-ഏജിങ് ടെക്നോളജി നോക്കി സംഭവിച്ചു നല്ലതാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് അറിയാം. എന്തൊരു കാർട്ടൂണൊക്കെ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. അനിമേറ്റഡ് ഒരു സാധനം ഉണ്ടോ? കൊറിയോഗ്രാഫിയുടെ കാര്യത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഫുൾ സാധനം വന്നിട്ടില്ല. പിന്നെ സ്റ്റെപ്പ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. രാജു മാസ്റ്റർ ആയതുകൊണ്ട് നമുക്കൊരു വലിയ സാധനം തന്നെ പ്രതീക്ഷിക്കാം. ഹിറ്റ് തന്നെ പ്രതീക്ഷിക്കാം. പാട്ട് അടിപൊളിയാണ്. പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് പടം വരുമ്പോ നമുക്ക് നോക്കാം. ചിലപ്പം നമുക്ക് ഈ ഒരു പാട്ടിന്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ എങ്ങനെ ഉണ്ടായിരിക്കും ഈ പടത്തിന്റെ ഒരു ത്രെഡ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായിരിക്കും നമുക്കിത് പടം മൊത്തം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം കൺവിൻസിങ് ആവുമായിരിക്കും. ഇതിപ്പോ നമ്മളൊരു ഫസ്റ്റ് ഒരു ലിറിക്കൽ വീഡിയോ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചിട്ട് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചിട്ട് മറ്റേ ഡി-ഏജിങ് മാത്രം നമുക്ക് ഓക്കെ അല്ല, ബാക്കിയല്ല ഓക്കെയാണ്. അപ്പൊ ഓക്കെ. അപ്പോ ഇന്ന് റോബി ഓൾറെഡി ഇത് വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങളെ വെച്ച് ഞങ്ങൾ ചെയ്യുന്നത്. ഓൾറെഡി അവനൊരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് ചെയ്യാണ്. അപ്പൊ ഇത് ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.